പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 21-ാം തിരുവചനത്തിലൂടെ കർത്താവ് ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. വിശുദ്ധ ജോൺ വിയാനി അസൂയ എന്ന തിന്മയെക്കുറിച്ച് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നോക്കൂ, അസൂയ നരകത്തിൽ നിന്നാണ് വരുന്നത്. പിശാചുകൾ തങ്ങളുടെ അഹങ്കാരത്തിലാണ് പാപം ചെയ്തത്. കാരണം ദൈവം നമുക്ക് തരുന്ന മഹത്വത്തെയും സന്തോഷത്തെയും അസൂയയോടെയാണ് സാത്താൻ നോക്കിക്കാണുന്നത്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയ വെച്ചു പുലർത്താതെ സ്വന്തം ജോലി അത് വലുതോ ചെറുതോ ആകട്ടെ നിറഞ്ഞ മനസ്സോടെ നന്ദിയോടുകൂടെ ചെയ്യാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. കാരണം ഒരു ദരിദ്രനെ സമ്പന്നനാക്കുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ, ഇല്ലായ്മകളെ പൂർണ്ണമായി കൊടുക്കാം. ആയിരിക്കുന്ന അവസ്ഥയെ പ്രതി ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. കർത്താവ് ഇടപെടേണ്ട എല്ലാ ഞെരുക്കങ്ങളെയും പ്രതിസന്ധികളെയും സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ഒരു നിമിഷം കൊണ്ട് മാറ്റിമറിക്കുവാൻ കഴിയുന്ന ദൈവ തൃക്കരങ്ങളിൽ നമ്മെ മുഴുവനായി കൊടുക്കാം. നമ്മുടെ കുടുംബത്തെ, ജോലിയെ, നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും കൊടുക്കാം. ഈശോയുടെ വചനം നമ്മളോട് പറയുന്നു, ദരിദ്രനെ സമ്പന്നനാക്കുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വാസപൂർവം നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.